Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മള് ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ശരി, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് പഠിച്ചു. ആദ്യം നമ്മൾ എന്താണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻ ആണ് പഠിച്ചത് അല്ലെ? ഡയറ്റീഷ്യന്റെ റോള് എവിടേക്കാണ് വരുന്നത് അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, പിന്നെ പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഡയറ്റ് കൗൺസിലിംഗ്. ഇവിടെ എല്ലായിടത്തും ആർക്ക് റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യന്റെ റോള് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഡയറ്ററി സർവീസസിന്റെ ചില പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്. പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില കോമൺ പ്രോബ്ലം സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? എന്താണ് ആരൊന്നും അറിയാത്ത? ആരും വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, ശരി. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അന്നന്നെ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങള് അന്നന്നെ തന്നെ നമ്മൾ വായിച്ചു നോക്കണം. കാര്യം എക്സാം വരുമ്പോ അല്ലെങ്കിൽ എന്തുണ്ടാവും എല്ലാം കൂടെ ബർഡനാകും കേട്ടോ. അപ്പൊ നമ്മള് അന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ കേട്ടോ. അതുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ മനസ്സിൽ പോകും. പരീക്ഷ ടൈം ആകുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നൗഫിയ ഉണ്ടോ ക്ലാസ്സില്? നൗഫിയ ഉണ്ടോ? നൗഫിയ, ഓക്കെ. കുറച്ച് ദിവസമായില്ല കണ്ടിട്ട്. അല്ലേ? ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാതെ ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് അതിന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഹായ്. അപ്പോ ഇനി നമുക്ക് അതിന്റെ ലാസ്റ്റ് ഭാഗമാണ് നോക്കാനുള്ളത്. എന്താണത്? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. അതാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. അതായത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പ്രയോജനപ്പെടുത്താവുന്ന ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? എന്താണ് സാധനം? ഇതിന്റെ നോട്ടാണ് തരേണ്ടത്. അത് നമ്മുടെ മറ്റേ തെറാപ്യൂട്ടിക് ഡയറ്റ്സിന്റെ നോട്ടാണ് നമുക്ക് തരാനുള്ളത് അല്ലെ? അത് നമ്മൾ ഇന്ന് തരൂ കേട്ടോ. ഇതിന്റെ ഈ ചാപ്റ്റർ ഈ ഒരു പോർഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ബാലൻസ് വെച്ചേക്കുന്ന നോട്ട്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രയോജനപ്പെടുത്താവുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ചില നയങ്ങളും നടപടിക്രമങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ അത് ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റത്തെ പോയിന്റ് സിമ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. എന്താണ് ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മയും അതുപോലെ തന്നെ അതായത് അവയുടെ ഗുണനിലവാരവും അളവും എന്ന് പറയുന്നത് നോക്കാനുള്ള ബാധ്യസ്ഥത ആർക്കാണുള്ളത്? ഈ പറയുന്ന ഡയറ്റീഷ്യൻ അല്ലെ? അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരത്തിലും അതുപോലെ തന്നെ അളവിലും ഡയറ്റീഷ്യൻ ബാധ്യസ്ഥനായിരിക്കും. അദ്ദേഹമാണ് അതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അത് നല്ല ഹെൽത്തി ഫുഡാണോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഡയറ്റീഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ആദ്യത്തെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റംസ്. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരത്തിലും അളവിലും ഡയറ്റീഷ്യൻ ബാധ്യസ്ഥനായിരിക്കും. ഓക്കെ, ആരായിരിക്കും ലയബിൾ ആയിട്ടുള്ള പേഴ്സൺ? ആരാണ്? അത് ഡയറ്റീഷ്യൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്?
Powers of emergency purchases should be given to the officer in charge. അതായത് ഇപ്പൊ എമർജൻസി പർച്ചേസസ് വരെയാണ്. ഒരു അടിയന്തരമായിട്ട് ഇപ്പൊ ഫുഡ് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നാൽ അതിനുള്ള അധികാരം, മനസ്സിലായോ? അതായത് അടിയന്തരമായിട്ട് നടക്കുന്ന ചില പർച്ചേസുകളുടെ അധികാരം എല്ലാം തന്നെ ആർക്ക് കൊടുക്കണം? ഈ പറയുന്ന ഉദ്യോഗസ്ഥന്, ഓഫീസർ ഇൻചാർജ്, ചുമതലയുള്ള ഉദ്യോഗസ്ഥന് കൊടുത്തിരിക്കും. ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഡയറ്റീഷ്യൻ തന്നെയാണ് അല്ലെ? ഡയറ്റീഷ്യൻ ആവാം, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആവാം. മിക്കവാറും ആര് തന്നെയായിരിക്കും? ഒരു ഡയറ്റീഷ്യൻ തന്നെയായിരിക്കും. മനസ്സിലായോ? അതായത് എമർജൻസി പർച്ചേസസുകൾ വരുന്ന സിറ്റുവേഷന് അതിനുള്ള ചുമതലകൾ ആർക്ക് കൊടുത്തിരിക്കണം? ഈ പറയുന്ന ഓഫീസർ ഇൻചാർജ്, അധികാരപ്പെട്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ആരായിരിക്കും? ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും. അദ്ദേഹത്തിനാണ് അതിനുള്ള പവേഴ്സ് എല്ലാം തന്നെ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി തേർഡ് പോയിന്റ് പറയുന്നത്, എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 members should inspect the food items received. അതായത് ഒരു ലഭിക്കുന്ന ഫുഡ് ഐറ്റംസുകൾ, നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകൾ എല്ലാം തന്നെ ഒരു 3 or 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം അതെന്ത് ചെയ്തിരിക്കണം? ഇൻസ്പെക്ട് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. എന്താണ് റസിയ? ചാപ്റ്റർ ഏതാണെന്നോ? ചാപ്റ്റർ 23. 23. എന്താണ്? എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 3 to 4 members should inspect the food items received. അതായത് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസുകൾ എല്ലാം തന്നെ ഒരു 3 or 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? പരിശോധിച്ചിരിക്കണം. അത് എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന ഫുഡാണ് അല്ലെ? അതിൻ്റെതായ ഒരു സേഫ്റ്റി ഉറപ്പാക്കണം. ശരിയായ അളവിലും ഗുണമേന്മയിലുമാണോ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 or 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത ഫോർത്ത് പോയിന്റ് ആണ്, എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് ക്ലീൻഡ്. എല്ലാം കൃത്യമായിട്ട് വൃത്തിയാക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. അതായത് ഈ ഡയറ്ററി സർവീസസ് ആണ്. അവിടെ ഫുഡ് നമ്മൾ കളക്ട് ചെയ്യുന്നത് മുതൽ അത് പ്രിപ്പയർ ചെയ്യുന്നു, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പോർഷൻ ചെയ്യുന്നുണ്ട്, അസംബിൾ ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഘട്ടങ്ങളും എന്താണ്? കൃത്യമായിട്ട് വളരെ നീറ്റായിട്ട് അല്ലെ, വളരെ ശുചിത്വത്തോട് കൂടിയിട്ട്, അതാണ് കൃത്യമായിട്ട് എല്ലാം പരിപാലിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ്? വൃത്തിയാക്കുകയും വേണം. ഭക്ഷണമാണ് കൊടുക്കുന്നത്, അത്രയും വൃത്തിയായിട്ടും ക്ലീൻ ആയിട്ടും വേണം അതെല്ലാം ചെയ്യാനായിട്ട്. പ്രിപ്പയർ ചെയ്യുന്നത്, ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യുന്നത് തുടങ്ങി അത് പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യുന്നത് വരെയുള്ള അത്രയും കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുകയും വൃത്തിയാക്കുകയും വേണം. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത്, പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്. ഇവിടെ പറയാണ്, proper sanitation and cleanliness that includes rodent control measures should be noticed. അതായത് ഇപ്പോൾ എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എല്ലാവിധ ശുചിത്വ കാര്യങ്ങളും, ശുചിത്വ ക്രമങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. എവിടെ ശ്രദ്ധിച്ചിരിക്കണം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ശ്രദ്ധിച്ചിരിക്കണം. എലിശല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതൊക്കെ കടിച്ചല്ലെങ്കിൽ അതിലൂടെയൊക്കെ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എല്ലാവിധ ശുചിത്വ ക്രമങ്ങളും ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പാലിച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത്, സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദി പേഷ്യന്റ്. റോഡന്റ് എന്ന് വെച്ചാൽ എലി നിയന്ത്രണ മാർഗങ്ങളാണ് കേട്ടോ, എലി നിയന്ത്രണ നടപടികളാണ് റോഡന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എലി നിയന്ത്രണ നടപടികൾ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എല്ലാവിധ ശുചിത്വ ക്രമങ്ങളും ഇവിടെ പാലിച്ചിരിക്കണം. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത്, സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യൻസ് കിച്ചൺ ത്രൂഔട്ട് ഓൾ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. എന്താണ് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ്? നമ്മൾ അതിന്റെ ഒരു സ്റ്റാഫിംഗ് കണ്ടപ്പോ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, മെഡിക്കൽ സൂപ്പറിന്റെ അദ്ദേഹത്തിന് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, അതിന്റെ തൊട്ട് താഴെ ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യന്റെ അണ്ടറിൽ ആരാണ് വരുന്നത്? സൂപ്പർവൈസർ ആണ് വരുന്നത് അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എന്താണ് അവരുടെ പ്രവർത്തന സമയത്തിലുടനീളം ഇവിടെ ഉണ്ടായിരിക്കണം?
പേഷ്യന്റിന്റെ കിച്ചണിൽ ഉണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? രോഗികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന കിച്ചൺ അല്ലെ. അവർക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയാ മീൽസ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കിച്ചണിനകത്ത് എപ്പോഴും മുഴുവൻ പ്രവൃത്തി സമയത്തിലുടനീളം ആരുണ്ടായിരിക്കണം? ഈ പറയുന്ന സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് അവിടെ എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് പ്രവർത്തന സമയത്തിലുടനീളം ഇവിടെ ഉണ്ടായിരിക്കണം. ഒരു പേഷ്യന്റിന്റെ കിച്ചണിൽ ഉണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ കിച്ചൺ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന കിച്ചണിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രവർത്തന സമയങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ക്രമീകരിക്കുകയും വേണം. ആരാണ് ഇത് ചെയ്യേണ്ടത്? ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ആണിത് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാണ്, സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യൻസ് കിച്ചൺ ത്രൂ ഔട്ട് ഓൾ വർക്കിംഗ് അവേഴ്സ്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ പ്രവൃത്തി സമയത്തിലുടനീളം ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് പേഷ്യന്റിന്റെ കിച്ചണിൽ എപ്പോഴും സജ്ജമായിരിക്കണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. കൃത്യമായിട്ട് അവരുടെ എന്താണ് പ്രവർത്തന സമയം, മനസ്സിലായോ? ജോലി സമയം കൃത്യമായിട്ട് ക്രമീകരിക്കുകയും വേണം. ക്ലിയർ? അടുത്തത് എന്താണ്? ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവരിഡേ. എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ എവിടെ സന്ദർശിച്ചിരിക്കണം? വാർഡ് സന്ദർശിച്ചിരിക്കണം. എല്ലാ ദിവസവും എവരിഡേ ആണ് പറയുന്നത്. എല്ലാ ദിവസവും ഒരു ഡയറ്റീഷ്യൻ വാർഡ് സന്ദർശിച്ചിരിക്കണം. കാര്യം എന്താണ്? വാർഡിലുള്ള രോഗികൾക്ക് അവർക്ക് കൊടുക്കുന്ന ഫുഡ് അത് പ്രോപ്പർ ആയിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ടോ, അവർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അവർ കൃത്യമായിട്ട് അവരുടെ ഹെൽത്ത് ഹാബിറ്റ്സ് എല്ലാം തന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എന്തെങ്കിലും അവർക്ക് അഡീഷണൽ ആയിട്ട് സജഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വാർഡില് ആര് സന്ദർശിച്ചിരിക്കണം? ഡയറ്റീഷ്യൻ സന്ദർശിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് സർവീസ് ടൈമിങ്സ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. എന്താണ് പറയുന്നത്? സർവീസ് ടൈമിങ്സ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകളുടെ ജോലി സമയം കൃത്യമായിട്ട് ക്രമീകരിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇത് സർവീസ് ടൈമിങ്സ് അല്ലെ. അതായത് സേവന സമയം, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് രോഗികൾക്ക് കൊണ്ടുപോകുന്ന ആ ടൈം കറക്റ്റ് ആയിരിക്കണം. തോന്നിയ സമയത്തല്ല അല്ലെ ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കേണ്ടത്. രോഗികളാണ്, അവർക്ക് കൃത്യസമയത്തിന് ഭക്ഷണം എത്തിച്ചിരിക്കണം. അത്തരത്തിലുള്ള സർവീസ് ടൈമിങ്സ്, സേവന സമയങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിശ്ചയിച്ചിരിക്കണം. എവിടെ നിശ്ചയിച്ചിരിക്കണം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് നിശ്ചയിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ് പറയുന്നത്? നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ്. അതായത് വാർഡുകളിലെ ഭക്ഷണ വിതരണം ആരാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്? നമ്മുടെ നഴ്സസ്. ഓക്കെ. നഴ്സസ് കൃത്യമായിട്ട് പരിശോധിക്കുകയും അതില് മേൽനോട്ടം വഹിക്കുകയും വേണം. എവിടെയാണ്? ഈ പറയുന്ന വാർഡുകളിലുള്ള ഭക്ഷണ വിതരണം നഴ്സുമാര് കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത്രയും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നുകൂടെ പറയാണ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറയുന്നത്? ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മയിലും അതുപോലെ തന്നെ അളവിലും ആരായിരിക്കും ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി? ഡയറ്റീഷ്യൻ എപ്പോഴും ബാധ്യസ്ഥനായിരിക്കും. അദ്ദേഹമാണ് അതെല്ലാം തന്നെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, പവേഴ്സ് ഓഫ് ദ എമർജൻസി പർച്ചേസസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. അതായത് ഇപ്പൊ എമർജൻസി പർച്ചേസസ് വരുന്ന സിറ്റുവേഷനിൽ അതിനുള്ള ചുമതലകൾ ആർക്ക് കൊടുത്തിരിക്കണം? ആ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ആര് തന്നെയാണ്? ഒരു ഡയറ്റീഷ്യൻ തന്നെയാണ്. മനസ്സിലാവും? അപ്പൊ അദ്ദേഹത്തിന് വേണം അതിനുള്ള ചുമതലകളെല്ലാം തന്നെ കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ലഭിക്കുന്ന ഓരോ ഫുഡ് ഐറ്റംസുകൾ ഒരു 3-4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം അവരെന്ത് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻസ്പെക്ട്. അത് കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്താൻ മാത്രമല്ല, അതിന്റെ ഗുണനിലവാരം എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടാണ് ഒരു 3-4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം തീർച്ചയായിട്ടും ഈ പറയുന്ന ഫുഡ് ഐറ്റംസുകൾ പരിശോധിക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് കെയർഡ്. ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിപാലിക്കുകയും വൃത്തിയാക്കുകയും വേണം. അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞല്ലേ, എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എല്ലാ ശുചിത്വ ക്രമങ്ങളും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം.
ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി സമയത്തിലുടനീളം എവിടെ ഉണ്ടായിരിക്കണം? ഒരു പേഷ്യന്റിന്റെ കിച്ചണിൽ ഉണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ കിച്ചണിലാണ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന കിച്ചണിൽ നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തി സമയത്തിലുടനീളം ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫുകളുടെ എല്ലാം തന്നെ ജോലി സമയം കൃത്യമായിട്ട് ക്രമീകരിക്കുകയും വേണം. മനസ്സിലായത്? പിന്നെ ഈ വാർഡില് എല്ലാ ദിവസവും ആര് സന്ദർശിച്ചിരിക്കണം? ഡയറ്റീഷ്യൻ സന്ദർശിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജോലി സമയം കൃത്യമായിട്ട് ക്രമീകരിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് സർവീസ് ടൈം അല്ലെ. ഫുഡ് സെർവ് ചെയ്യുന്ന ടൈമുകൾ അത് എന്താണ് കൃത്യമായിട്ട് നിശ്ചയിച്ചിരിക്കണം. അതുപോലെ വാർഡുകളിൽ നടക്കുന്ന ഭക്ഷണ വിതരണം നഴ്സുമാര് പരിശോധിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും വേണം. ഇത്രയും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇതോടുകൂടി നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിയാണ്. കാരണം നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ഡയറ്ററി സർവീസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ കണ്ടു ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ കോമൺ ടൈപ്സ് ഓഫ് ഡയറ്റുണ്ട് അല്ലെ, അതായത് തെറാപ്യൂട്ടിക് ഡയറ്റ്സ് അതിന്റെയാണ് നിങ്ങൾക്ക് തരാറുള്ളത്. അതിപ്പോ തരാം അത് വേണം. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? ഒരു റോൾ ഓഫ് ഡയറ്റീഷ്യൻ അല്ലെ, ഡയറ്റീഷ്യന്റെ റോള് എന്തൊക്കെയാണ്? 4 പോയിന്റ്സ് അത് കൃത്യമായിട്ട് പഠിക്കണം. ഇൻപേഷ്യൻ കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, പിന്നെ എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ട്രെയിനിങ്. പിന്നെ നമ്മൾ കണ്ടത് വാട്ട് ആർ ദ കോമൺ ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ അവർ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലം സിറ്റുവേഷൻസ്, പ്രശ്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്ന ഒരു 3-4 പോയിന്റ്സ് നമ്മൾ കണ്ടിരുന്നു. ലാസ്റ്റ് നമ്മൾ കണ്ടത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പാലിക്കേണ്ടതായിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളും എന്തൊക്കെയാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് നോട്ട്സ് ആണ് തരാനുള്ളത്. ആ ഒരു തെറാപ്യൂട്ടിക് ഡയറ്റ്സ് അതിനകത്ത് കാർഡിയാക് ഡയറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, റീനൽ ഡയറ്റും എഴുതിയിട്ടുണ്ടെന്നാണ് ഇത് തോന്നുന്നത്. റീനൽ ഡയറ്റ് എഴുതിയിട്ടില്ലേ? റീനൽ ഡയറ്റ് എഴുതിയിരുന്നോ? എഴുതിയിട്ടില്ല അല്ലെ? റീനൽ ഡയറ്റ് എഴുതിയിട്ടില്ല. ഓക്കെ, എഴുതിയോ? എന്താണ് അതിനു പ്രശ്നം? എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. കോമൺ ടൈപ്സ് ഓഫ് ഡയറ്റില് നമ്മൾ എഴുതിയത് കാർഡിയാക് ഡയറ്റ് ആണ്. റീനൽ ഡയറ്റ് എഴുതി എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്താണ് അത്ര ക്ലിയർ ആവുന്നില്ല? സൗണ്ട് ആണോ ക്ലിയർ ആവാത്തത്? സൗണ്ട് ആണോ പ്രശ്നം? 5th പോയിന്റ് ഒന്നുകൂടെ പറയൂ. റോഡന്റ് കൺട്രോൾ. റോഡന്റ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. അതായത് എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എല്ലാ ശുചിത്വ ക്രമങ്ങളും ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പാലിച്ചിരിക്കണം. മനസ്സിലായോ? എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എല്ലാ ശുചിത്വ ക്രമങ്ങളും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് പാലിച്ചിരിക്കണം. എലിശല്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ? ഭക്ഷണ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, സ്റ്റോർ ചെയ്യുന്നുണ്ട് അവിടെ അല്ലെ? അപ്പൊ എലിശല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മുഖേന പല അസുഖങ്ങളും വരും. അപ്പൊ അതാണ് പ്രത്യേകം അവർ എടുത്തു പറയുന്നത്. എലി നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുന്ന എന്താണ് ഈ പറയുന്ന ശുചിത്വ ക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് പാലിച്ചിരിക്കണം. ഓക്കെ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എഴുതിക്കോളൂ. ഇനി ഞാൻ പറയുന്ന നോട്ടുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. ഒരുപാട് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ, പോർഷൻസ് കവർ ചെയ്യാനായിട്ട്. ഓക്കെ, റീനൽ ഡയറ്റ് എഴുതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എഴുതിക്കോളൂ. ലോ സോഡിയം ഡയറ്റ് കേട്ടോ, എഴുതിക്കോളൂ. ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റ് എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ, പറയാണ്. എഴുതിക്കോ. ലോ സോഡിയം ഡയറ്റ് എഴുതിക്കോളൂ. ഹൈഫൺ ലിമിറ്റ്സ്. ലിമിറ്റ്സ് LIMITS കേട്ടാ. ലിമിറ്റ്സ് ശ്രദ്ധിച്ചിട്ട് എഴുതാം കേട്ടാ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോ സോഡിയം ഡയറ്റ് ആണ് പറയുന്നത്. ഹൈഫൺ ലിമിറ്റ്സ്. ലിമിറ്റ്സ് സോഡിയം ഇൻടേക്ക്. സോഡിയം ഇൻടേക്ക്. സോഡിയം ഇൻടേക്ക്. SODIUM. സോഡിയം ഇൻടേക്ക്. INTAKE. ഇൻടേക്ക്.
to reduce, TO2, reduce, REDUCE, reduce the risk of, RISK, risk of health condition, HEALTH, health condition, CONDITION, health condition, like, LIKE, like high blood pressure, HIGH, high blood pressure, BLOOD, pressure, 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 comma, heart disease, HEART, heart disease, DISEASE, heart disease, and kidney diseases, KIDNEY, kidney diseases, DISEA, kidney disease. എഴുതിയോ നിങ്ങള്? കറക്റ്റ് ആണ് കേട്ടോ. സിയ ലോ സോഡിയം ഡയറ്റ് ആണ്. ഒന്നുകൂടെ പറയാണ്, ലിമിറ്റ്സ് സോഡിയം ഇൻടേക്ക് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ് ആൻഡ് കിഡ്നി ഡിസീസ്. കിട്ടിയോ? ലോ സോഡിയം ഡയറ്റ് ഓക്കെ ആണല്ലോ. കാർഡിയൻ ഡയറ്റ് ഒക്കെ ഒന്നുകൂടെ പറയാട്ടോ, ലാസ്റ്റ് ഒന്നുകൂടെ പറയാൻ ഞാൻ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് തൊട്ട് എഴുത്. ലോ സോഡിയം ഡയറ്റ് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ശരി, അടുത്തതാണ് സോഫ്റ്റ് ഡയറ്റ്. എഴുതിക്കോളൂ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ഹൈഫൺ ഇടാം, എഴുതിക്കോളൂ. refers to REFERS, refers to food, FOOD, food that is soft in texture, soft, 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 in texture, 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 ഘടന ട്ടോ, texture, soft in texture, comma, low in fiber, low, LOW, low in fiber, fiber, FIBRE, fiber, and easy to easy to digest, 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 see correct ആണ് ട്ടോ. refers to food that is soft in texture, low in fiber and easy to digest. That is called soft diet. കിട്ടിയേ? എന്നിട്ട് അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ. used after surgery, 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 ഇതില്ലേ used after surgery. ഓക്കെ, കിട്ടിയില്ലേ?
സോഫ്റ്റ് ഡയറ്റ് എന്താണെന്ന് ഒന്നുകൂടെ പറയാണ്. റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ് ഈസ് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ, ലോ ഇൻ ഫൈബർ ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. അതായത് ഇങ്ങനെയുള്ള ഫുഡാണെന്നാ പറയുന്നത് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ അല്ലെ, ഘടനയിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, ലോ ഇൻ ഫൈബേഴ്സ് അല്ലെ, നാരുകൾ കുറവായിരിക്കും, പിന്നെന്താണ് ഈസി ടു ഡൈജസ്റ്റ്, ദഹിക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കും. അപ്പൊ സാധാരണ എന്താണ് ഈ പറയുന്ന സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല കേട്ടോ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, ദഹന പ്രശ്നങ്ങള്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡാണ് കേട്ടോ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോഫ്റ്റ് ഡയറ്റ് കിട്ടി അല്ലെ, ഇവിടെ വായിക്കാണ്. refers to the food that is soft in texture, low in fiber and easy to digest, used after surgery. Okay, അപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡയറ്റും എഴുതി കേട്ടോ. അടുത്തതാണ് ഡയബറ്റിക് ഡയറ്റ്. ഡയബറ്റിക് ഡയറ്റ് ഹൈഫൺ ഇടാ, എഴുതിക്കോളൂ. A diabetic diet, DIABETIC, diabetic diet, DIET, diet is a healthy eating plan. അതേ വിലിയൻ ഡയബറ്റിക് ഡയറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഹെൽത്തി ഈറ്റിംഗ് പ്ലാൻ. ഹെൽത്തി HEALTHY, healthy eating plan. Eating, EATING, eating plan that helps to HELPS, that helps to control CONTROL, control blood sugar. എന്താണ് blood sugar, BLOOD, blood sugar, SUGAR, sugar. കിട്ടിയോ? അതായത് ബ്ലഡ് ഷുഗർ അല്ലെ, നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഈറ്റിംഗ് പ്ലാൻ, ദാറ്റ് ഈസ് കോൾഡ് ഡയബറ്റിക് ഡയറ്റ്. കറക്റ്റ് ആണ് കേട്ടോ. സിയ ടൈപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറയാണ്, ഡയബറ്റിക് ഡയറ്റ്. A diabetic diet is a healthy eating plan that helps to control blood sugar. Okay, ഒരു ഷുഗർ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് ഡയറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഡയബറ്റിക് ഡയറ്റ് അല്ലെ, ഡയബറ്റിക് ഡയറ്റ്. അതുപോലെ ഒരു ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡയറ്റ് ആണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയണം ലോ സോഡിയം ഡയറ്റ് ആണ് അല്ലെ, ലോ സോഡിയം ഡയറ്റ് അല്ലേ അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ ഡയബറ്റിക് ഡയറ്റ്? അപ്പൊ അത് എഴുതിയിട്ടാ. ഇനി അടുത്തത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഇതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഇതാണ് കേട്ടോ പറയുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈഫൺ ഇട്ട് എഴുതിക്കോളൂ. It is a diet. It is a diet. It is a diet. DIET diet. Which contains. WHICH, which contains, CONTAINS, contains food, 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 rich in protein, rich, RICH, rich in protein, 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 ARE, beneficial, 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 for daily routine, daily, DAILY, daily routine, ROUTINE, routine. ഒന്നുകൂടെ പറയാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്താണെന്ന്. എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻ ആർ ബെനിഫിഷ്യൽ ഫോർ ദ ഡെയിലി റൂട്ടീൻസ് അല്ലെ, നമ്മുടെ ദൈനംദിന നമ്മുടെ ഹെൽത്ത് അല്ലെ റൂട്ടീനിന് പ്രയോജനപ്പെടുന്നത് പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം. അതിനെയാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
സാധാരണ ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ എടുക്കുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും കേട്ടോ. ഈ ചിക്കൻ, സോയ, എഗ് അങ്ങനെയുള്ളത്. എഗ്ഗിന്റെ എനിക്ക് തോന്നുന്നത് മഞ്ഞ കഴിക്കില്ല, വെള്ളയാണ് കൂടുതൽ അവർ കഴിക്കാം കേട്ടോ, പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയില്ലേ? അപ്പൊ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻ ആർ ബെനിഫിഷ്യൽ ടു ഡെയിലി റൂട്ടീൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ലാസ്റ്റ് ആണ് ലിക്വിഡ് ഡയറ്റ്. ഏതാണ് ലിക്വിഡ്? റൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദിനം പ്രതി നമ്മുടെ എന്താ പറയാ ദൈനംദിന കാര്യങ്ങളില്ലേ, ദൈനംദിന പ്രവൃത്തികൾ തന്നെയാണ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഡെയിലി റൂട്ടീൻ അല്ലെ? ഇത് നമ്മൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ, ചിട്ടയോടുകൂടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെ, ലിക്വിഡ് ഡയറ്റ് കേട്ടോ, എഴുതിക്കോളൂ. ലിക്വിഡ് ഡയറ്റ് ഹൈഫിലിട്ട് എഴുതാം. A liquid diet consists of consists of liquids 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 or soft foods soft foods SOFT soft foods 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 that melt ഉരുക MELT melt പറയാട്ടാ ഫാത്തിമ പറയാട്ടാ മെൽറ്റ് അറ്റ് അതെ ആതിര മെൽറ്റ് ഉരുക മെൽറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ROOM temperature room temperature TEM PE temperature TEM PA PEA TUR temperature അതെ TEM PER TUR പെട്ടെന്ന് പറഞ്ഞപ്പോൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ കിട്ടും ടെമ്പറേച്ചർ. കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ പറയാണ് ലിക്വിഡ് ഡയറ്റ്. A liquid diet consists of liquids or soft foods that melt at room temperature. സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ഊഷ്മാവ് മനസ്സിലായോ? ആ ഒരു ഊഷ്മാവിനകത്ത് ഉരുകുന്ന തരത്തിലുള്ള ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസുകൾ അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ ലിക്വിഡ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ഈ പറഞ്ഞോളം നമ്മള് സർജറിക്ക് മുന്നും സർജറിക്ക് ശേഷമൊക്കെ ലിക്വിഡ് ഡയറ്റ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ശരിയാ? അപ്പൊ നമ്മള് ഇനി കാർഡിയാക് ഡയറ്റും റീനൽ ഡയറ്റും ഒന്നുകൂടെ പറയാണ്. പലർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എഴുതിയെടുക്കാത്തവർ എഴുതുക, എഴുതിയെടുത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാർഡിയാക് ഡയറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. കാർഡിയാക് ഡയറ്റിന് വേറൊരു പേര് കൂടെ പറയും. എന്താണ്? ഹാർട്ട് ഹെൽത്തി ഡയറ്റ് കേട്ടോ. ഹാർട്ടിനെ ഹെൽത്തി ആക്കുന്ന ഡയറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് അങ്ങനെയും പറയും കേട്ടോ. എഴുതിക്കോളൂ. ഈസ് എ ഡയറ്റ് പ്ലാൻ. എഴുതാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈസ് എ ഡയറ്റ് പ്ലാൻ. കാർഡിയാക് ഡയറ്റ് ആണ് പറയുന്നത്. ഈസ് എ ഡയറ്റ് പ്ലാൻ that promotes 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 heart health heart health HEART heart health HEALTH health. കിട്ടില്ല? അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ സെന്റൻസ് ആണ്. കാർഡിയാക് ഡയറ്റ് അഥവാ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത്. നമ്മുടെ ഹൃദയാരോഗ്യത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെ, ഹൃദയാരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണക്രമം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ പറയേണ്ടത് റീനൽ ഡയറ്റ് ആണ് കേട്ടോ. റീനൽ ഡയറ്റ്. റീനൽ ഡയറ്റിന് എന്തും പറയാം നമുക്ക്? കിഡ്നി ഡയറ്റ് എന്നും പറയൂ കേട്ടോ. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാല് ഇസ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത്. റീനൽ ഡയറ്റ് എഴുതിക്കോളൂ. റീനൽ ഡയറ്റ് അഥവാ അതിനെ നമ്മൾ കിഡ്നി ഡയറ്റ് എന്നാണ് പറയുക കേട്ടോ. അതെന്താണ് നമ്മൾ എഴുതിയത്? എ ഡയറ്റ് ദാറ്റ് ലിമിറ്റ്സ് certain nutrients certain 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 nutrients 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 to help protect kidneys protect PROTECT protect
kidneys, 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 and slow kidney damage, SLOW, slow kidney, KIDNEY, kidney damage, DAMAG, damage. കിട്ടിയില്ല? ഓക്കെ. അപ്പൊ നമ്മള് ആ തെറാപ്യൂട്ടിക് ഡയറ്റ്സിന്റെ നോട്ട്സ് തന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കാർഡിയാക് ഡയറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും പറയുന്നു. ഇറ്റ് ഈസ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത്. അത്രയും കൂട്ടം ഹൃദയാരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണക്രമം, അതിനെയാണ് നമ്മൾ കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. റീനൽ ഡയറ്റ് അഥവാ കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എ ഡയറ്റ് ദാറ്റ് ലിമിറ്റ്സ് ദ സർട്ടൈൻ ന്യൂട്രിയൻസ്. ചില പോഷകങ്ങൾ അത് ലിമിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ടു ഹെൽപ്പ് ദ പ്രൊട്ടക്ട് കിഡ്നീസ്, കിഡ്നീനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. കിഡ്നി പേഷ്യൻസിനാണ് അത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. ആൻഡ് സ്ലോ കിഡ്നി ഡാമേജ്, അതായത് കിഡ്നി ഡാമേജ് ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡാണ്. കാര്യം അവരുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സ്, മറ്റ് ധാതുലവണങ്ങളൊക്കെ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം കിഡ്നി പേഷ്യൻസിന്റെ ശരീരത്തിന്, അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ അത്തരം ബാലൻസിൽ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുഡാണ്, ഒരു ഭക്ഷണക്രമം. ദാറ്റ് ഈസ് കോൾഡ് റീനൽ ഡയറ്റ് കേട്ടോ, കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ലോ സോഡിയം ഡയറ്റ് ആണ്. പേരിൽ തന്നെ സോഡിയം ഇൻടേക്കിനെ ലിമിറ്റ് ചെയ്യുന്ന ഫുഡാണ്. കാരണം ഒത്തിരി സോഡിയം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ ഒക്കെ കൂടും, മനസ്സിലായോ? അപ്പൊ സാധാരണ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് ഏതാണെന്ന് വെച്ചാൽ അത് ലോ സോഡിയം ഡയറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് സോഫ്റ്റ് ഡയറ്റ് ആണ്. സോഫ്റ്റ് ഡയറ്റ്സ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ, ഘടനയിൽ സോഫ്റ്റ് ആയിരിക്കും, ലോ ഇൻ ഫൈബർ, നാരുകൾ കുറവായിരിക്കും, ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്, ദഹിക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കും കേട്ടോ. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെൽത്തി ഈറ്റിംഗ് പ്ലാൻ ദാറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ, ശരീരത്തിലെ ബ്ലഡ് ഷുഗർ അല്ലെ, ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം, ഇതാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ഫുഡ് ദാറ്റ് റിച്ച് ഇൻ പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻസ് ധാരാളമായിട്ട് അടങ്ങുന്ന ഒരു ഭക്ഷണക്രമം, ദാറ്റ് ഈസ് കോൾഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ലിക്വിഡ്സ് ഓർ സോഫ്റ്റ് ഫുഡ്സ് അല്ലെ, വളരെ ലിക്വിഡ് ആയിട്ടുള്ള ജ്യൂസസ്, അല്ലെങ്കിൽ ഈ പറയുന്ന റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുന്ന തരത്തിലുള്ള ഫുഡ് എന്ന് വെച്ചാൽ ഐസ്ക്രീം പോലുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെയാണ് ലിക്വിഡ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. ജ്യൂസുകള്, സൂപ്പുകള്, അതൊക്കെയാണ് കേട്ടോ ലിക്വിഡ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്ന സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, സർജറി കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമല്ല, സർജറിക്ക് മുമ്പും ഒക്കെ ആയിട്ട് അവർക്ക് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ അതെല്ലാം തന്നെ എന്താണ്, തെറാപ്യൂട്ടിക് ഡയറ്റ്സ് ആണ് അല്ലെ, ഓരോ അസുഖങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന ചില ഭക്ഷണക്രമങ്ങളാണ്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. എന്താണ് അതിന് കാർഡിയക് ഡയറ്റ് ഇതുവരെ കിട്ടിയില്ലേ? കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തല്ലോ. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഡയറ്റ് പ്ലാൻ ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത് കേട്ടോ, ഹാർട്ട് ഹെൽത്ത്, ഹൃദയാരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഡയറ്റ് കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതിയവര് കിട്ടാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി വേറെ നോട്ട്സ് ഒന്നുമില്ല കേട്ടോ നമുക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പേര് പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന സമയത്ത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ നോട്ട് തരുന്നത്. അല്ലാണ്ട് പിന്നെ ഒരു അഡീഷണൽ നോട്ടിന്റെ ആവശ്യമില്ല നമുക്ക്. കാര്യം ഓൾറെഡി നമുക്ക് ചെറിയ നോട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതില് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. വേറെ നോട്ട് തരാനുള്ള ടൈമോ അതിനുള്ള ആവശ്യമോ ഇല്ല കേട്ടോ. ശരി, അപ്പൊ നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങി വരിക കേട്ടോ. പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. നമ്മള് എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് ഒത്തിരി പോർഷൻസ് എടുത്ത് തീർക്കാനുണ്ട്. നമ്മള് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത്രയും ടൈം നമ്മുടെ പോകും. നിങ്ങൾക്ക് തന്നെയാണ് ഫൈനൽ ലാസ്റ്റ് ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇനി നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഏതാണെന്ന് അറിയാമോ? ഡയാലിസിസ് സർവീസസ് കേട്ടോ. ചാപ്റ്റർ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാപ്റ്റർ നമ്പർ 25 ഡയാലിസിസ് സർവീസസ്. ഡയാലിസിസ് സർവീസസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. 24 ആണോ? ഓക്കെ, 24 ആണെങ്കിൽ 24 കേട്ടോ. ഡയാലിസിസ് സർവീസസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് അത്യാവശ്യം ഫെമിലിയർ ആണ് അല്ലെ, ഫെമിലിയർ ആണ് അല്ലെ. റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തുണ്ട് കേട്ടോ.
അപ്പൊ നമ്മള് ഡയാലിസിസ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്ക് ഒരുവിധം എന്താണ് ഫെമിലിയർ ആണ് അല്ലെ. കാരണം ഡയാലിസിസ് എന്ന് പറയുന്ന സേവനം അത് കിഡ്നി ഫെയിലിയർ അല്ലെ, ആർക്ക് കൊടുക്കുന്ന ചികിത്സാ രീതിയാണത്? കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെ, കിഡ്നിക്ക് തകരാറുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം വൃക്ക അല്ലെ, കിഡ്നി, നമുക്ക് ഒരു ജോഡി കിഡ്നിയാണുള്ളത് അല്ലെ, നമ്മുടെ മനുഷ്യ ശരീരത്തില് ഒരു ജോഡി കിഡ്നിയാണുള്ളത് അല്ലെ, 2 കിഡ്നീസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്തുള്ളത്. കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? എന്ത് ഫംഗ്ഷനാണ് കിഡ്നി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുക അല്ലെ, നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന അങ്ങനെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു ഓർഗനാണ് എന്തെന്ന് പറയുന്നത്? കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ കിഡ്നി ഈ മാലിന്യങ്ങളെല്ലാം തന്നെ പുറന്തള്ളുന്നത് എന്തിലൂടെയാണ്? മൂത്രത്തിലൂടെയാണ് അല്ലെ, യൂറിനിലൂടെയാണ് കിഡ്നി നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള വേസ്റ്റുകളെ എല്ലാം തന്നെ പുറന്തള്ളുന്നത്. അപ്പോ ഈ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രം അല്ലെ, യൂറിൻ, അത് ഈ പറയുന്ന മൂത്രവാഹിനിയിലൂടെ ഇങ്ങോട്ടേക്ക് എത്തും, ബ്ലാഡറിലോട്ട് എത്തും അല്ലെ, മൂത്രസഞ്ചിയിലോട്ട് എത്തും. പിന്നെ അവിടെ നിന്ന് മൂത്രനാളി വഴിയായിട്ട് പുറത്തേക്ക് കളയും അല്ലെ, പുറത്തേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോ സാധാരണ ഒരു വൃക്ക നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഒന്ന് രക്തശുദ്ധീകരണം അല്ലെ, നമ്മുടെ രക്തത്തിലുള്ള അധിക ദ്രാവകങ്ങള് അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങൾ, അതെ കറക്റ്റ് ആണ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, രക്തശുദ്ധീകരണമാണ്. പിന്നെന്താണ്? ധാതു ലവണങ്ങള് അല്ലെ, ഈ പറയുന്ന സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ധാതു ലവണങ്ങള്, അതുപോലെ തന്നെ ജലം അല്ലെ, ഹ്യൂമൻ ബോഡിക്കകത്തുള്ള ജലം എന്നിവയൊക്കെ നിയന്ത്രിക്കുക. അത് ചെയ്യുന്നത് ആര് തന്നെയാണ്? വൃക്കയാണ്. പിന്നെ വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട് വൃക്കയ്ക്ക്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക. അതും ആര് തന്നെയാണ് ചെയ്യുന്നത്? നമ്മുടെ വൃക്ക ചെയ്യുന്നത്. മനസ്സിലാവും? അപ്പൊ വൃക്കയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, രക്തശുദ്ധീകരണം, അതുപോലെ തന്നെ നമ്മുടെ ധാതു ലവണങ്ങള്, ജലം എന്നിവയെ നിയന്ത്രിക്കുക, പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? വൃക്കയുടെ പ്രധാന, അതെ, ബി കൺട്രോൾ. നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ നെഫ്രോളജി പറഞ്ഞില്ലേ, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരും, ബ്ലഡ് പ്രഷർ കൂടും അല്ലെ, പ്രഷറിൽ ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും. കാര്യം ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ നമുക്കറിയാം അല്ലെ. പക്ഷെ എന്താണ്? പല ശാരീരിക അവസ്ഥകളും ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല രോഗാവസ്ഥകളും കൊണ്ടൊക്കെ കിഡ്നി ഒരു പക്ഷെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒക്കെ പ്രവർത്തനരഹിതമായിട്ട് അല്ലെ, പ്രവർത്തനരഹിതമാവും. അപ്പൊ ഇങ്ങനെ പ്രവർത്തനരഹിതമാകുന്ന കിഡ്നിക്ക് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങള് അല്ലെങ്കിൽ രക്തത്തിലെ വേസ്റ്റുകള് അല്ലെ, അധിക ദ്രാവകങ്ങൾ ഇവയൊന്നും പുറന്തള്ളാൻ സാധിക്കാറുണ്ട് അല്ലെ. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വൃക്കയുടെ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൃക്കയുടെ ധർമ്മം നിർവഹിക്കാനായിട്ട് നമ്മുടെ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അറിയാലോ, ഡയാലിസിസ് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് അല്ലെ. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തില് വൃക്കയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന യന്ത്രങ്ങളും മറ്റു പല ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ അണുവിമുക്തമായിട്ടുള്ള ഒരു മുറിയിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്നത്. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഡയാലിസിസ് നമ്മൾ കൊടുക്കുന്നത് വൃക്ക രോഗികൾക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എന്താണ് ഷെഹീന? ഓക്കെ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ അറിയുന്നുണ്ടാവും അല്ലെ, ഡയാലിസിസിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ഡയാലിസിസ് സർവീസ് കൂടുതലും ഇന്നത്തെ കാലത്ത് ഒത്തിരി പ്രമേഹം അല്ലെ, BP ഒക്കെ കൂടുതലാണ്, മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ കിഡ്നിക്ക് ഡാമേജ് വരുന്നുണ്ട് അല്ലെ. ഡയാലിസിസ് സ്റ്റേജ് വന്നിട്ടില്ല. ഓക്കെ ശരി, ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ക്യൂർ ആവട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഡയാലിസിസ് സർവീസിലേക്ക് കടക്കാം. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ച് പോയിന്റ്സ് അവിടെ നോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കും. നമ്മളിങ്ങനെ ഒരുപാട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് പോയിന്റ്സ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതിന് കാണുമ്പോൾ കുറെ ഉള്ള പോലെയൊക്കെ തോന്നും, പക്ഷെ പോയിന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ കുറെ കൂടെ ഫോക്കസ് ചെയ്ത് ക്ലാസ്സിൽ പറയാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നോക്കുക, the kidneys are the organs that purify the blood
ബൈ റിമൂവിങ് വേസ്റ്റ് ആൻഡ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം യുവർ ബോഡി. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, വൃക്കയുടെ ധർമ്മം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ദ്രാവകങ്ങൾ, അതുപോലെ തന്നെ ബ്ലഡിലുള്ള മാലിന്യങ്ങൾ, ഇവയെല്ലാം തന്നെ നീക്കം ചെയ്യുക അല്ലെ, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക. അതാണ് ഒരു വൃക്കയുടെ ജോലി എന്ന് പറയുന്നത് അല്ലെ. ദിസ് വേസ്റ്റ് ഈസ് സെൻഡ് ടു ദ ബ്ലാഡർ ഫോർ എലിമിനേഷൻ വെൻ യു യൂറിനേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് എങ്ങനെയാണ് വൃക്കയിൽ വേസ്റ്റുകളൊക്കെ പുറന്തള്ളുന്നത്? യൂറിനിലൂടെയാണ് അല്ലെ, മൂത്രത്തിലൂടെയാണ്. അവർക്ക് ഉത്പാദിപ്പിക്കുന്ന മൂത്ര വാഹിനി വഴി എവിടേക്ക് എത്തും? ബ്ലാഡറിലോട്ട് എത്തും അല്ലെ, മൂത്രസഞ്ചിയിലോട്ട് എത്തുകയും പിന്നീട് അത് മൂത്രനാളി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഡയാലിസിസ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് അടുത്ത സെന്റൻസിൽ പറയുന്നത്. വാട്ട് ഈസ് ഡയാലിസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പറഞ്ഞു. എന്താണത്? Dialysis is a kind of treatment that removes the extra fluid and waste products from blood when the kidneys are not able to. നിങ്ങളുടെ വായിക്കാണ് എന്താണ് ഡയാലിസിസ് എന്നാണ് ഇവിടെ പറയുന്നത്. Dialysis is a kind of treatment that removes the extra fluid and waste products from blood when the kidneys are not able to. അല്ലെ, വൃക്കകള് തകരാറിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ വൃക്കകള് തകരാറിലായി കഴിയുമ്പോൾ ഈ പറയുന്ന ബ്ലഡിൽ നിന്ന് അധിക ദ്രാവകങ്ങളും അതുപോലെ തന്നെ മാലിന്യങ്ങളും നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അല്ലെ, ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡയാലിസിസ്. ഓക്കെ, ഡയാലിസിസ് എന്താണെന്നുള്ളത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. സിമ്പിൾ ആണ്. ഡയാലിസിസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ്സ് ദ എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ബ്ലഡ് വെൻ ദ കിഡ്നീസ് ആർ നോട്ട് ഏബിൾ. രക്തത്തിൽ തകരാറിലാകുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള അധിക ദ്രാവകങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ചികിത്സാ രീതി. ദാറ്റ് ഈസ് കോൾഡ് ഡയാലിസിസ്. അടുത്തതും ഒരു പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഇൻ ദ 1940s. ആ വർഷം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 1940കളിലാണ് ആദ്യമായിട്ട് ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സാ രീതി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണ്? 1940s, അതായത് ഏകദേശം ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധം ആ ഒരു കാലഘട്ടത്തിലാണ്. 1940ലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന വെരി ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ ഡയാലിസിസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. വർഷം ചോദിച്ചാൽ അറിയണം കേട്ടോ. ഡയാലിസിസ് ആദ്യമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം, 1940s കേട്ടോ. ഇനി and became a standard treatment for the kidney failure starting in the 1970s. പിന്നീട് അങ്ങോട്ട് 1970 കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വൃക്ക തകരാറിനുള്ള ഒരു സാധാരണ ട്രീറ്റ്മെന്റ് ആയിട്ട് മാറി എന്ത്? ഈ പറയുന്ന ഡയാലിസിസ്. 1940കളിലാണ് ഡയാലിസിസ് ഫലപ്രദമായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത്. പിന്നീട് 1970 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വൃക്ക തകരാറുള്ളവരുടെ ചികിത്സയുടെ ഒരു നോർമൽ ചികിത്സാ രീതിയായിട്ട് മാറി ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് കേട്ടോ. ഫോളോയിങ് ദിസ് മില്യൺസ് ഓഫ് പേഷ്യൻസ് ഹാവ് ബീൻ ബെനിഫിറ്റഡ് ബൈ ദിസ് ട്രീറ്റ്മെന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ദശലക്ഷക്കണക്കിന് പേഷ്യൻസ് ഈ പറയുന്ന ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ, എന്നും അല്ലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഡയാലിസിസ്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡയാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ ഏത് കാലഘട്ടത്തിലാണ് ഡയാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ ആദ്യമായിട്ട് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത്? അത് 1940 കാലഘട്ടങ്ങളിലാണ്. പിന്നീട് 1970 ആയി കഴിഞ്ഞപ്പോൾ ഒരു നോർമൽ ഈ പറയുന്ന വൃക്ക തകരാറുള്ളവരുടെ ഒരു നോർമൽ ചികിത്സയായിട്ട് മാറിയിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുകയാണ്. അടുത്തത്, ഡയാലിസിസ് can be done in a hospital, a dialysis center or at home. അതായത് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയാലിസിസ് സെന്ററുകളിലോ അല്ലെങ്കിൽ വീട്ടിലോ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. പിന്നെ നമ്മൾ ഡയാലിസിസ്, പല ടൈപ്പ് ഡയാലിസിസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഡയാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ചിലത് നമുക്ക് വീട്ടിലും ചെയ്യാം. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ വരും കേട്ടോ, ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിലോ അല്ലെങ്കിൽ വീട്ടിലോ ചെയ്യാവുന്നതാണ്. The doctor will determine which type of dialysis and the best place based on the medical condition. ഞാൻ പറഞ്ഞു, അതായത് ഈ പറയുന്ന രോഗികൾക്ക് ഏത് തരത്തിലുള്ള ഡയാലിസിസ് വേണം, അത് എവിടെ ചെയ്യണം, ബെസ്റ്റ് പ്ലേസ് അത് വീട്ടിലാണോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡയാലിസിസ് സെന്ററിലാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഡോക്ടറാണ് നിശ്ചയിക്കുന്നത്. മനസ്സിലായി? നമ്മൾ പറയും കേട്ടോ ഏത് തരത്തിലുള്ള ഡയാലിസിസ്.
അല്ലെങ്കിൽ ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഏത് ടൈപ്പ് ഡയാലിസിസ് വേണമെന്നുള്ളതും അത് എവിടെ ചെയ്യണമെന്നും അതിന്റെ ബെസ്റ്റ് പ്ലേസ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ നിശ്ചയിക്കുന്നത് ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച്. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കാം. ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിലേ ബോഡി സൈസ്, ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി ആൻഡ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അതായത് ഒരു ഡയാലിസിസിന്റെ ദൈർഘ്യം, ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ചികിത്സയുടെ ദൈർഘ്യം എന്തെല്ലാം ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ദാറ്റ് റിലേ. ഒന്ന് റിലേ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ, ഏതൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. ഒന്ന് ബോഡി സൈസ്, അതായത് ശരീരത്തിന്റെ വലുപ്പം. രണ്ടാമത്തത് എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ദ ബോഡി, ശരീരത്തിന്റെ അകത്ത് എത്രത്തോളം മാലിന്യങ്ങളുണ്ട്, ആ മാലിന്യത്തിന്റെ അളവ്. പിന്നെ എന്താ പറയുന്നത്, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, അതായത് അവരുടെ ആരോഗ്യത്തിന്റെ പ്രസന്റ് ഹെൽത്ത് സ്റ്റേറ്റ് എന്താണ്, നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ഹെൽത്ത് എന്താണ്, അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു ഡയാലിസിസിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. മനസ്സിലായി? എത്ര നാള് ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര തവണ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ശരീരത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് ബോഡി സൈസ് ആണ്, ശരീരത്തിന്റെ വലുപ്പം. പിന്നെ എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ദ ബോഡി, ബോഡിയിൽ എത്രത്തോളം വേസ്റ്റുകൾ ഉണ്ട് അതിന്റെ അളവ്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, ആ ഒരു രോഗിയുടെ നിലവിലെ സ്റ്റേറ്റ് മീൻസ് ഹെൽത്തിന്റെ കണ്ടീഷൻ എന്താണ്. ഈ പറയുന്ന 3 ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഡയാലിസിസിന്റെ ദൈർഘ്യം നിശ്ചയിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് ഒരു 3 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് ആ പോയിന്റ്സ്? ഒന്ന് നമ്മൾ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഡയാലിസിസ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് that removes the extra fluid and waste products from the blood when the kidneys are not in good. Okay, വൃക്കകൾ തകരാറിലാവുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ചികിത്സാ രീതി, ദാറ്റ് ഈസ് കോൾഡ് ഡയാലിസിസ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡയാലിസിസ് ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിലാണ്? 1940s, 1940. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഡയാലിസിസിന്റെ ദൈർഘ്യം എന്തെല്ലാം കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഒന്ന് ബോഡി സൈസ്, അല്ലെ? 2 എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ബോഡി, ബോഡിയിലുള്ള മാലിന്യത്തിന്റെ അളവ്. പിന്നെന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അല്ലെ? പേഷ്യന്റിന്റെ നിലവിലെ ഹെൽത്ത് കണ്ടീഷൻ. അങ്ങനെ 3 കാര്യങ്ങൾ, 3 ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഡയാലിസിസിന്റെ ദൈർഘ്യം, എത്ര നാള് ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് 2 കാര്യങ്ങൾ കൂടെ നോക്കാം. യൂസസ് ആണ്, അതായത് ഡയാലിസിസിന്റെ എവിടെയൊക്കെയാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. യൂസസ് ഓഫ് ഡയാലിസിസ്, അതായത് ഡയാലിസിസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ്. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്, അതായത് 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? 2 സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. എന്താണ് പറയുന്നത്? ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ്, അതായത് അടുത്തിടെ വൃക്ക തകരാറ് വന്നിട്ടുള്ള രോഗികൾ. അടുത്തിടെ വൃക്ക തകരാറെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്തിടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് അബ്രപ്റ്റ്ലി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിഡ്നി ഫെയിലിയർ ആകാൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പെട്ടെന്നായിട്ട്, അതായത് ഒരു ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഒരു ഇതുകൊണ്ട് കിഡ്നി പെട്ടെന്ന് എന്താണ്, കിഡ്നിയുടെ ഫങ്ഷൻസ് ഇമ്പയർഡ് ആണ്, കിഡ്നിയുടെ ഫങ്ഷൻസ് പെട്ടെന്ന് അങ്ങ് നിലയ്ക്കാണ്, തകരാറിലാവുകയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ്. ആ ഒരു അവസ്ഥയെ നമ്മളൊരു പേര് പറയും, ഒരു പേരിട്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയുന്നത്. എന്താണ്? ARF. A for acute, R for renal, and F for failure. Okay, acute renal failure അഥവാ ARF. എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാല്? റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് അബ്രപ്റ്റ്ലി എന്തുണ്ടാവാണ്, കിഡ്നിയുടെ ഫങ്ഷൻസ് താറുമാറാവുകയാണ്. അപ്പൊ അതൊരു എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടാവാം. ആ ഒരു രോഗാവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിഡ്നീനെ വേണമെങ്കിൽ കുറെ നമ്മളൊരു ബെറ്റർ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണമെങ്കിൽ പറ്റും.
കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണോ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല അങ്ങനെ വരാനായിട്ട്. അപ്പൊ ആ കാരണം എന്താണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരു അവസ്ഥയിലേക്ക് ഒരു ബെറ്റർ ഫംഗ്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സെക്കൻഡ് സാഹചര്യം എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. നോട്ട് ചെയ്യാം കേട്ടോ, വാക്ക് നോട്ട് ചെയ്യാം. പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ്, അതായത് ശാശ്വതമായിട്ട് വൃക്കകൾ തകരാറിലാക്കാം. നേരത്തെ പറഞ്ഞത് റീസെന്റ്ലി ലോസ്റ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും വൃക്ക തകരാറ് വരുമ്പോൾ മറ്റേ ഈ രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ് ആണ്. അത് ശാശ്വതമായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻസ് തകരാറിലാവുന്നത്. അതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റിനൽ ഫെയിലിയർ ആണ്. ക്രോണിക് ആണ് അല്ലെ, ശാശ്വതമായിട്ട് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ഒരു വൃക്ക തകരാറ് നമുക്ക് സംഭവിക്കാണ്. ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ്. സ്റ്റേജ് എന്ന് പറയാൻ കാരണം എന്താ, എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല അല്ലെ, അവസാന ഘട്ടമായി അല്ലെ, വേറൊരു ഓപ്ഷനിൽ നമുക്ക് ബെറ്റർ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാനെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. മനസ്സിലായത്? രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഒന്ന് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ്, അതിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാട്ടോ. ഇനി നമ്മൾ ചാപ്റ്ററിലൊക്കെ പറയുമ്പോൾ ARF എന്നൊക്കെ ആവും പറയാം. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് ARF എന്ന് അന്നേരം ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ARF എന്ന് പറയുന്നത് അക്യൂട്ട് റീനൽ ഫെയിലിയർ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, പെട്ടെന്ന് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ, ആ ഒരു സാഹചര്യമാണ്. രണ്ടാമത്തത് ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. കുറച്ചധികം പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് തെറാപ്യൂട്ടിക് ഡയറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി. അതിനകത്ത് ഡയാലിസിസ് എന്താണെന്നുള്ളത് സിമ്പിൾ ഡെഫിനിഷൻ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു വയ്ക്കാം. പിന്നെ 1940 ആദ്യമായിട്ട് നമ്മൾ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സ ആദ്യമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡയാലിസിസ് ഇതിന്റെ ദൈർഘ്യം അത് എന്തെല്ലാം കാര്യങ്ങള് എന്തെല്ലാം ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞു. ബോഡി സൈസ്, then amount of waste in the human body, then the present state of the health. Okay, അത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ചത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ? ഒന്ന് ARF അക്യൂട്ട് റീനൽ ഫെയിലിയർ, രണ്ടാമത്തത് ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ്, പെട്ടെന്ന് അവർക്ക് തകരാറ് സംഭവിക്കാറ്. ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ് ആണ് കേട്ടോ. വൃക്കയുടെ തകരാറുകൾ ശാശ്വതമായിട്ട് വൃക്ക തകരാറിലാവും. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് അപ്പൊ നിങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ. ശരി എന്നാ, അപ്പൊ നാളെ കാണാം കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.